രാജാതിരാജാവായി അതിവേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാന്യ ശ്രോതാവേ, ഈ മഹത്തരമായ ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ വേദപുസ്തകം ദാനിയേലിനെ കുറിച്ച് വളരെ മനോഹരമായ രീതിയിൽ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ദാനിയേലിനെ കുറിച്ച് അല്പസമയം നാം ഒരുമിച്ച് ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. ദാനിയേൽ ബാബേൽ സംസ്ഥാനത്ത് നിന്ന് അടിമയായിട്ട് പിടിക്കപ്പെട്ടുകൊണ്ട് വന്ന് അവിടെ താമസിക്കുന്ന അല്ലെങ്കിൽ അവിടെ ആയിരിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ്. അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തനും നീതിമാനും ഉത്കൃഷ്ട മാനസനും ഒക്കെയായിരുന്നു. താൻ അറിഞ്ഞ, താൻ വിശ്വസിച്ച ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. രാജാവ് ദൈവത്തിൻ്റെ വചനം ഞാൻ ഇപ്രകാരം വായിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ദാനിയേൽ പ്രവചനം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. രാജ്യം ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ 120 പ്രധാന ദേശാധിപതികളെയും, അതിൻ്റെ 2-ാമത്തെ വാക്യം, അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും നിയമിക്കുവാൻ ദാര്യാവേസ് ആഗ്രഹിച്ചു. ഈ 3-രിൽ ഒരുവനായിരുന്നു ദാനിയേൽ. രാജാവിന് നഷ്ടം സംഭവിക്കാതിരിക്കേണ്ടതിന് ഇവർ രാജാവിന് കണക്ക് കൊടുക്കേണ്ടിയിരുന്നു. എന്നാൽ ദാനിയേൽ, അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ദാനിയേൽ ഉത്കൃഷ്ട മാനസനും അവൻ അധ്യക്ഷന്മാരിൽ പ്രധാന ദേശാധിപതികളിലും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് അവനെ രാജാവിന് ബോധ്യപ്പെട്ടു. എന്നാൽ ഈ സാധാരണ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകളും നന്മകളൊക്കെ വരുമ്പോൾ ആളുകളൊക്കെ എന്തു ചെയ്യും? അവനെ താഴെയിടുവാൻ തക്കവണ്ണം, മറ്റുള്ളവർ അവനെ ഇല്ലാതാക്കുവാൻ തക്കവണ്ണം, അവൻ്റെ ഉയർച്ചയിൽ അസൂയ തോന്നി അവനെ താഴെ ഇറക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുക സ്വാഭാവികമാണ്. അത് തന്നെ ഇവിടെ സംഭവിച്ചു. 120 പേരിൽ 120 ദേശാധിപതികളിലും പ്രധാന അധ്യക്ഷന്മാരും ആയിരുന്നവർക്കിൽ ദാനിയേൽ ഇപ്രകാരം പോയി കഴിഞ്ഞാൽ ദാനിയേലിനേക്കാൾ അല്ലെങ്കിൽ ഉയരുവാൻ തക്കവണ്ണം നമുക്ക് കഴിയത്തില്ല. ദാനിയേൽ എപ്പോഴും നമ്മളെക്കാൾ ഉന്നതമായിരിക്കുന്ന അവസ്ഥയിലായിരിക്കുമെന്ന് അവർ വിചാരിച്ച് ദാനിയേലിനെതിരായിട്ട് ഗൂഢാലോചന ഉണ്ടാക്കി ദാര്യാവേശിനോട് എങ്ങനെയാണ് ദാനിയേലിനെ താഴെ ഇടക്കേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇന്നും ലോകത്തിൽ അങ്ങനെയുണ്ട്. അനേക ആളുകൾ ഓഫീസുകളിലായിരുന്നാലും ഏത് സ്ഥാനത്തായിരുന്നാലും തങ്ങളെക്കാൾ മികച്ചതെന്ന് തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ഇല്ലാതാക്കി ഗൂഢാലോചനയുടെ പശ്ചാത്തലത്തിൽ അവരെ താഴെ ഇറക്കി അവരില്ലാതാക്കാൻ ശ്രമിക്കും. ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതാണ് ഇവിടെയും സംഭവിച്ചത്. ദാര്യാവേശിൻ്റെ കൊട്ടാരത്തിൽ അപ്രകാരം സംഭവിച്ചു. അവരെന്ത് ചെയ്യുന്നറിയാമോ? അവർ പറയുകയാണ്, നിശ്ചയമായിട്ടും ദാനിയേലിൻ്റെ മേൽ ഒരു തെറ്റ് കണ്ടുപിടിക്കുവാൻ തക്കണം നമുക്കൊരിക്കലും കഴിയത്തില്ല എന്ന് അവർ പറയുകയാണ്. അതുകൊണ്ട് അതിന് 4-ാമത്തെ വാക്യം, അതുകൊണ്ട് അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപതികളും രാജകാര്യങ്ങളിൽ ദാനിയേലിനെ കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട്. ദാനിയേൽ വിശ്വസ്തനാണ്. ദാനിയേൽ നീതിമാനാണ്, ഉത്കൃഷ്ട മാനസനാണ്. അവൻ്റെ മേലൊരു കുറ്റം കണ്ടെത്തുവാനൊക്കെ ലോകത്തിൽ ആരെക്കൊണ്ട് കഴിയത്തില്ല. ദാര്യാവേശിന് മുമ്പിൽ പിന്നെന്താണ് ചെയ്യേണ്ടതെന്ന് അതിൻ്റെ 6-ാമത്തെ വാക്യം, അപ്പോൾ പുരുഷന്മാർ നാം ഈ ദാനിയേലിനെതിരെ അവൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം സംബന്ധിച്ചല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ഒരുമിച്ച് കൂടി പറയുകയാണ്. അവരുടെ കമ്മിറ്റി കൂടി അവർ പറയുകയാണ്, നമുക്ക് ദാനിയേലിനെതിരായിട്ട് ഒരു കുറ്റം കണ്ടെത്തുവാൻ ഒക്കണം. പക്ഷേ ഒന്നുണ്ട്, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് അതിനെതിരായിട്ട് കുറ്റം കണ്ടെത്തുവാനൊക്കെ ശ്രമിക്കാമെന്ന് പറയുകയാണ്. ഇവിടെ എന്താണ്? ദൈവത്തിൻ്റെ ന്യായപ്രമാണം സംബന്ധിച്ചല്ലാതെ അവൻ്റെ മേൽ ഒരു കുറ്റം കണ്ടെത്തുവാൻ ഒക്കണം അവർക്ക് കഴിയത്തില്ല. എങ്ങനെയുള്ളവനാണ് അവൻ? ദിവസവും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവനും, അവൻ ദൈവത്തോടെ യാചിക്കുന്നവനും, അവൻ്റെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ പറയുന്നവനും, ദിവസം 3 നേരം അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവനാണ്. നമ്മളെത്ര പേര് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായിട്ടുണ്ട്?
അനേക ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അവർക്കാർക്കും പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായിട്ട് സമയമില്ല. ഇന്ന് നമ്മുടെ വരുമാനത്തിൻ്റെ 10-1 യഹോവയ്ക്ക് വിശുദ്ധമാണ്, നമ്മുടെ ദിവസത്തിൻ്റെ 7-1 യഹോവയ്ക്ക് വിശുദ്ധമാണെന്ന് ദൈവം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ള ദൈവജനമേ, ഇന്ന് പകല് ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ ദിവസത്തിൻ്റെ 10-1 യഹോവയ്ക്ക് വിശുദ്ധമാണ്. 24 മണിക്കൂർ അടങ്ങുന്ന ഒരു ദിവസത്തിൽ ഒരു ദൈവത്തിൻ്റെ വചനനെ സംബന്ധിച്ച് 2 മണിക്കൂർ 40 മിനിറ്റ് അവൻ മാറ്റിവെച്ച് ദൈവവചനം പഠിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും സമയം കണ്ടെത്തണം. ഇന്ന് ലോകത്തിൽ ക്രൈസ്തവരുടെ ഇടയിൽ തന്നെ പോലും അപ്രകാരം സമയം കണ്ടെത്തുവാനൊക്കെ അവർ ശ്രമിക്കാറില്ല. പെട്ടെന്ന് ഓടി വന്ന് വേദപുസ്തകത്തിൽ ഏതെങ്കിലും ഒരു കാര്യം തുടർന്ന് വായിച്ച് തങ്ങളുടെ ജോലിയിലേക്ക് പോകും. അധിക സമയം ഇത് പ്രാർത്ഥിക്കത്തില്ല. തങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയാൻ അവർക്ക് സമയമില്ല. അവർ ദ്രുതഗതിയിൽ പോവുകയാണ്. പിന്നെ ഏതെങ്കിലും സമയത്ത് വരുമ്പോൾ രാത്രിയിൽ TV പ്രോഗ്രാം മറ്റ് കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ആ ചാനലിൻ്റെ അതിൻ്റെ സമയത്തിൻ്റെ പരിധിക്കനുസരിച്ചാണ് അവരുടെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരൊക്കെയും അല്ലെങ്കിൽ വല്യപ്പച്ചന്മാരൊക്കെയും കഴിഞ്ഞ നാളുകളിൽ അവർ വെളുപ്പാൻ സമയത്ത് എഴുന്നേറ്റിരുന്നാണ് അതിരാവിലെ എഴുന്നേറ്റുന്നുകൊണ്ട് അതിരാവിലെ എന്നുള്ള പാട്ടുപാടി ദൈവത്തെ പാടി സ്തുതിക്കും. മക്കളെയൊക്കെയും വിളിച്ചുകൊണ്ടിരുത്തും, നിങ്ങൾ എഴുന്നേൽക്കാൻ പറയുകയാണ്, നമ്മൾ ഒരുമിച്ച് പാട്ടുപാടാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് ആരാധിക്കാമെന്ന് പറയും. ഇന്നത്തെ തലമുറ എവിടെയാണ്? രാവിലെ എഴുന്നേറ്റ് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുന്ന തലമുറ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു ആത്മീയ ദർശനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ പൂർവ്വപിതാക്കന്മാർ കണ്ണുനീരോടുകൂടെ മണിക്കൂറുകളായിട്ട് നിന്ന് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിച്ച് നിന്ന് മാതാപിതാക്കളോട് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അവരുടെ ആവശ്യങ്ങളെ പറഞ്ഞ് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവം അതിന് മറുപടി കൊടുത്തു. തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. സന്ധ്യയാകുമ്പോഴും അതുപോലെ തന്നെ മാതാവും പിതാവും ഒക്കെയും അവർക്ക് വൈകിട്ട് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പായിട്ട് മക്കളെല്ലാം വിളിച്ച് ഒരു പായ് നിലത്തിട്ടതിന് ശേഷം അവർ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കും. 2-3 പാട്ട് പാടും. പിതാവ് അവരോട് ദൈവത്തിന് വചനത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കും. അവരെ കൊണ്ടൊക്കെയും വേദപുസ്തകം പഠിപ്പിക്കും. അവരെയൊക്കെയും വേദപുസ്തകത്തിലെ വാക്യങ്ങളെ കാണാതെ പഠിപ്പിക്കും. അതിനുശേഷം മാത്രമേ അവർക്ക് ആഹാരം കൊടുക്കുകയുള്ളൂ. പ്രിയമുള്ള ദൈവജനമേ, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാവേ, ഇന്ന് പകൽക്കാലം നീ ചിന്തിക്കണം, നിൻ്റെ ഭവനത്തിനകത്ത് ദൈവത്തിൻ്റെ ഒരു ആരാധന ഉള്ള ഭവനമാണോ നിൻ്റെ ഭവനം? രാവിലെയും വൈകുന്നേരം കുറഞ്ഞത് നീ പ്രാർത്ഥിക്കുന്നതിനാണോ? നിൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട്, നിൻ്റെ ഭാര്യയുമായിട്ട് നീ ഒരുമിച്ച് മുഴങ്കാലും മടക്കി നിൻ്റെ ഭവനത്തിനകത്ത് പ്രാർത്ഥിക്കുന്നതിനാണോ? ദാനിയേലിനെ സംബന്ധിച്ച് ദാനിയേൽ അപ്രകാരം ചെയ്യുന്നവനാണ്. അവൻ ദിവസം 3 പ്രാവശ്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഈ പ്രഭുക്കന്മാർ അല്ലെങ്കിൽ ദേശാധിപതികൾ അവനെതിരായിട്ട് മറ്റൊരു കാര്യം കണ്ടുപിടിക്കാനൊക്കെ കഴിയാതെ അവർ ചെയ്തത് എന്താണെന്നറിയാമോ? അവൻ്റെ പ്രാർത്ഥനാ സ്ഥലത്ത്, അവൻ്റെ മാളികയുടെ അടുത്ത്, അവൻ താമസ സ്ഥലത്ത് വന്നതുകൊണ്ട് അവർ ചിന്തിക്കുകയാണ് അവനൊരു കുറ്റം കണ്ടുപിടിക്കണം. അതിനു മുമ്പായിട്ട് അവർ പ്രഖ്യാപനം രാജാവിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. രാജാവേ, ഈ ദിവസങ്ങളിൽ നിന്നോടല്ലാതെ മറ്റാരോടും ലോകത്ത് ഇവിടെയുള്ള ആരും പ്രാർത്ഥിക്കരുത് എന്നൊരു കൽപ്പന രാജാവിനെ കൊണ്ട് എഴുതിച്ച് അവർ മുദ്രയിടിപ്പിച്ചു. എന്നിട്ടാണ് ഇവർ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ദാനിയേലിൻ്റെ പാർപ്പിടത്തിൽ വന്നു. ദാനിയേൽ താൻ പതിവ് പോലെ അവൻ മുഴങ്കാലുകളെ മടക്കി യെരുശലേമിന് നേരെ കതകളെ തുറന്നിട്ടുകൊണ്ട് അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന അവർ രാവിലത്തെ പ്രാർത്ഥന ശ്രദ്ധിച്ചു. ഉച്ചയ്ക്കും പ്രാർത്ഥിക്കുന്നു, വൈകുന്നേരവും പ്രാർത്ഥിക്കുന്നു. രാജാവിൻ്റെ അടുത്ത് ചെന്ന് അവർ രാജാവിനോട് പറയുകയാണ്, ഇതാ ഇവിടെ കൽപ്പന ലംഘിച്ചിരിക്കുന്നു, നിൻ്റെ നിയമത്തിന് വിരുദ്ധമായിട്ട് ഇവൻ പ്രവർത്തിച്ചിരിക്കുന്നുവെന്ന് പറയുവാൻ ഇടയായി. അതിൻ്റെ 7-ാമത്തെ വാക്യം, രാജാവേ, 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അവനെ സിംഹക്കുഴിയിൽ എറിഞ്ഞു കളയുമെന്നൊരു രാജകൽപ്പന നിശ്ചയിക്കുകയും കർശനമായി ഒരു നിരോധന കൽപ്പന പുറപ്പെടുവിക്കുകയും വേണമെന്ന് രാജ്യത്തിലെ സകല അധ്യക്ഷന്മാരും സ്ഥാനാധിപതികളും പ്രധാന ദേശാധിപതികളും മന്ത്രിമാരും ദേശാധിപതികളും കൂടി ആലോചിച്ച് രാജാവിനോട് പോയി പറയുകയാണ്. രാജാവ് ഈ കാര്യങ്ങളൊക്കെ കേട്ടു. ദാനിയേലിൻ്റെ ചെവിയിലും എത്തി. 30 ദിവസത്തേക്ക് ഞാൻ ആരാധിക്കേണ്ടത്, ഞാൻ പ്രാർത്ഥിക്കേണ്ടത് രാജാവിനോടായിരിക്കണം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, അതിനെ നമസ്കരിക്കരുത്, അതിനെ ആരാധിക്കരുത്. ഇപ്രകാരം പഠിച്ചിരിക്കുന്ന
ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ദാനിയേലിൻ്റെ അകത്ത് അവൻ പറയുകയാണ്, ഞാൻ ഒരിക്കലും എന്നെ ഇതുവരെ നടത്തിയ ഇല്ലായ്മയിൽ നിന്ന് ഈ അടിമ രാജ്യത്ത് എന്നെ ഇത്രയും ഉയർത്തിക്കൊണ്ടുവന്ന എൻ്റെ ദൈവത്തെ അല്ലാതെ ഞാൻ മറ്റാരെയും നമസ്കരിക്കത്തില്ല, ഞാൻ എൻ്റെ ദൈവത്തെ അല്ലാതെ മറ്റാരെയും ഞാൻ ആരാധിക്കത്തില്ലെന്ന് ദാനിയേൽ ഉറച്ച് വിശ്വസിച്ചു. അവൻ തൻ്റെ പതിവ് പോലെ വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ എൻ്റെ 10-ാമത്തെ വാക്യം, ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യപ്രകാരം വായിക്കുന്നു, എന്നാൽ കൽപ്പന എഴുതിയിരിക്കുന്നെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ പതിവ് പോലെ മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്ന് മുമ്പ് ചെയ്തിരുന്നത് പോലെ 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു. പ്രതികൂലങ്ങൾ വരട്ടെ, പ്രയാസങ്ങൾ വരട്ടെ, പ്രശ്നങ്ങൾ വരട്ടെ, എൻ്റെ ആരാധനയിൽ നിന്ന്, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന്, ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ഈ സത്യത്തിൽ നിന്ന് ലോകത്തിൽ ഒരു ശക്തിക്കും എന്നെ മാറ്റുവാൻ കഴിയത്തില്ല. ദാനിയേൽ മുഴങ്കാലും അടക്കി പ്രാർത്ഥിച്ചു. ഇവരെന്താണ് റിപ്പോർട്ടുമായിട്ട് ദാര്യാവേശിൻ്റെ അടുത്തെന്ന് പറഞ്ഞു. അതിന് 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അങ്ങനെ രാജാവിൻ്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് കൊണ്ടിടുവാനൊക്കെ കാരണമായി. രാജകൽപ്പന കർശനമാണ്. രാജകൽപ്പന അനുസരിച്ചേ മതിയാകൂ. പുറകിൽ ഒരുപാട് ആളുകൾ അവനെതിരായിട്ട് നിൽക്കുന്നു. ദാനിയേൽ ഒരുവൻ മാത്രം. ദാനിയേലേ, നീ വിശ്വസിച്ചിരിക്കുന്ന നിൻ്റെ ദൈവത്തിന് നിന്നെ സഹായിക്കാനാണ് കഴിയും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? രാജകൽപ്പന പ്രകാരം അവർ രാജാവിനോട് പറഞ്ഞിരിക്കുന്ന കാര്യത്തെ വീണ്ടും അവർ ഉണർത്തിക്കുകയാണ്. രാജാവ് രേഖ എഴുതി കഴിഞ്ഞിരിക്കുന്നു. രേഖ മാറ്റുവാൻ കഴിയത്തില്ല. ഇന്നും അതുപോലെ ലോകത്തിൽ നമുക്കെതിരായിട്ട്, ദൈവജനത്തിനെതിരായിട്ട് അനേക രേഖകൾ എഴുതിയിട്ടുണ്ട്. മാറ്റുവാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മാറ്റുവാണ്ടൊക്കണം സ്വർഗത്തിലെ ദൈവം പറയാണ്, രാജാവേ, നീ എത്രമാത്രം ശക്തമായിരിക്കും രേഖ എനിക്ക് എഴുതിയാൽ തന്നെയും ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിന് എന്നെ വിടുവിക്കാനൊക്കെ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. ആളുകൾ എന്താണ്? അവർ ഒരുമിച്ച് വന്ന പടയാളികൾ വന്ന് അവനെ പിടിച്ചുകൊണ്ടുപോയി സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് വലിച്ചെറിഞ്ഞായിട്ട് അതിന് 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അങ്ങനെ രാജാവിൻ്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ എറിഞ്ഞു കളഞ്ഞു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, നീ ഇടവിടാതെ ആരാധിച്ചു വരുന്ന നിൻ്റെ ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. രാജാവിന് ഇതിന് സഹിക്കാനൊക്കെ കഴിഞ്ഞില്ല. അവൻ നിരപരാധിയാണെന്നറിയാം, അവൻ പാപം ചെയ്തിട്ടുണ്ടെന്നറിയാം, അവൻ പോകുന്ന വഴി ശരിയാണെന്നറിയാം, അവൻ്റെ ഭരണം എനിക്ക് അനുഗ്രഹമാണെന്നറിയാം, അവൻ ഭരിക്കുന്നത് കൊണ്ട് എൻ്റെ രാജ്യത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിയോടുകൂടെ താല്പര്യത്തോടുകൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുമെന്നറിയാം. പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ജനം ഏത് സ്ഥാനത്തുണ്ടോ അവനെ തോൽപ്പിക്കാണ്ടൊക്കണം. ആരെക്കൊണ്ട് കഴിയത്തില്ല. അവൻ ഇരിക്കുന്ന സ്ഥലം അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ എന്താണ് സംഭവിച്ചത്? ദാനിയേലിനെ കൈയും കാലുമൊക്കെയും കെട്ടി അവനെ പൊക്കിയെടുത്ത് സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് വലിച്ചെറിഞ്ഞു. സിംഹത്തെ നമുക്കറിയാം, ഇര കിട്ടാതെ കിടക്കുന്ന, അല്ലെങ്കിൽ വലിയ ഭക്ഷണമൊന്നും ലഭിക്കാത്ത കിടക്കുന്ന ഈ ഗുഹയ്ക്കകത്ത് ധാരാളം സിംഹങ്ങളുണ്ട്. ആ സിംഹങ്ങൾ ഈ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അലറി വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ഈ ദൈവദാസനെ കൊണ്ടുപോയി സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് വിട്ടു. രാജാവിനോട് പറയുകയാണ്, നീ ആരാധിച്ചു വരുന്ന ദൈവത്തിന് നിന്നെ വിടുവിക്കാനോട് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായിരിക്കണം നമ്മുടെ വിശ്വാസം. നാം ലോകത്തിൻ്റെ ഏത് സ്ഥാനത്തായിരുന്നാലും എവിടെയായിരുന്നാലും നമ്മളെ കാണുകയും നമ്മളെ മനസ്സിലാക്കുകയും നമ്മുമായി സമ്പർക്കം പുലർത്തുന്ന ആളുകൾ മനസ്സിലാക്കണം, ഇവൻ യഥാർത്ഥത്തിൽ ഒരു ദൈവത്തിൻ്റെ പൈതലാണ്. നീ അബുദാബിയിലാകട്ടെ, നീ അമേരിക്കയിലാകട്ടെ, നീ കേരളത്തിലാകട്ടെ, ലോകത്തിൻ്റെ ഏത് മുക്കിനോ ഏത് മൂലയിലുമാകട്ടെ, നിന്നെ കാണുന്നവർ മനസ്സിലാക്കണം, ഇവനിൽ ദൈവത്തിൻ്റെ കൃപ വസിക്കുന്നുവെന്ന് ഞാൻ പൂർണ്ണമായിട്ട് അറിയുന്നു. ഇവൻ ദൈവത്തിൻ്റെ പൈതലാണ്. ദാനിയേൽ അങ്ങനെ തന്നെ നീങ്ങിയാണ്. ദാനിയേലിനെ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ ദാനിയേലേ, നീ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സർവശക്തനായിരിക്കുന്ന ദൈവം നിന്നെ കരുതുന്ന ദൈവമാണ്. യഹോവയായിരിക്കും ദൈവം തൻ്റെ ദൂതനെ അയച്ച് സിംഹത്തിൻ്റെ വായടച്ചു കളയാണ്. സിംഹത്തോട് പറയുകയാണ്, എൻ്റെ ദാസൻ, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയ മകനാണ് വരുന്നത്. അവനെ തൊട്ടുപോകരുത്, അവനെ സ്പർശിക്കരുത്. എത്ര ശക്തമായിരിക്കുന്ന ആലോചന! 120 പ്രധാന ദേശാധിപതികളും മന്ത്രിമാരും സകല ആളുകളും അവനെതിരായിട്ട് ആലോചന പറഞ്ഞ് രാജാവിനെ കൊണ്ട് സമ്മതിപ്പിച്ച് തന്ത്രപരമായ രീതിയിൽ അവനിൽ നിന്ന് അനുവാദം വാങ്ങി. ഇന്ന് ലോകത്തിൽ അങ്ങനെ തന്ത്രശാലികളുണ്ട്.
നീതിമാന്മാർക്കെതിരായിട്ട്, ദൈവമക്കൾക്കെതിരായിട്ട് പോരാടുകൊണ്ടൊക്കെയാണ് തന്ത്രങ്ങൾ മെനയുന്നവരുണ്ട്. പിശാചേ, നിന്റെ പ്രവൃത്തികൾ എത്രമാത്രം ശക്തമായിരുന്നാലും ദുഷ്ട മനുഷ്യ, ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിൻ്റെ തലയിൽ നിന്നൊരു രോമം കൊഴിഞ്ഞു പോകാനൊക്കെ സമ്മതിക്കാത്ത ദൈവം, അവൻ ശക്തനാണ്. നിൻ്റെ തലയിൽ നിന്ന് ഒരു രോമം കൊഴിഞ്ഞു പോകുന്നെങ്കിൽ ഞാൻ അറിയാതെ സംഭവിക്കത്തില്ല. നിൻ്റെ മേലെത്രമാത്രം ശക്തമായിരിക്കും വാളുകൾ വരട്ടെ, നിന്നെ ദുഷിക്കട്ടെ, നിന്നെ നിന്ദിക്കട്ടെ, നിന്നെ പരിഹസിക്കട്ടെ, ദേശത്ത് നിന്ന് നിന്നെ തുടച്ചു മാറ്റുവാൻ ശ്രമിക്കട്ടെ. പക്ഷേ ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ, സർവശക്തനാർക്ക് ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ, ലോകത്തിൽ ഒരു ദുഷ്ടശക്തിക്കും നിന്നെ സ്പർശിക്കാനൊക്കെ കഴിയത്തില്ല. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ഇത് നീ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുവെങ്കിൽ, നീ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണെങ്കിൽ, നീ ദൈവത്തെ സ്നേഹിക്കുന്നവനാണെങ്കിൽ, ദൈവം നിന്നെ അറിയുന്നവനാണെങ്കിൽ, ആർക്കും നിന്നെ തൊടുവാനൊക്കെ കഴിയത്തില്ല. സർവശക്തനായിരിക്കും ദൈവം ദാനിയേലിനെ എത്ര ശക്തമായിട്ട് കാത്തു സൂക്ഷിച്ചു, അവനെ പരിപാലിച്ചു, അവനെ സ്നേഹിച്ചു, അവനെ തൊടുവാണ്ടൊക്കെ മൃഗങ്ങളെ അനുവദിച്ചില്ല. രാജാവ് ആ രാത്രി മുഴുവനും അവൻ ഫാസ്റ്റിങ്ങിലാണ്, അവൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഹൃദയത്തിന് വേദനയായി. ദൈവമേ, നിരപരാധിയായിരിക്കുന്ന മനുഷ്യനെയാണല്ലോ ഞാൻ സിംഹത്തിൻ്റെ വായിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തത്. രാവിലെ രാജാവ് വന്നതിന് ശേഷം അതിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കുന്നതാണ്. ഗുഹയുടെ അടുത്തെത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടുകൂടെ, ദാര്യാവേശ് രാത്രിയിൽ ഉറങ്ങിയില്ല, ഉറക്കം കെടുത്തി. ദാര്യാവേശേ, സ്വർഗത്തിലെ ദൈവം പറയാണ്, ഇന്ന് രാത്രി നിനക്ക് ഉറങ്ങാനൊക്കെ കഴിയത്തില്ല, ഇന്ന് രാത്രി നീ ഉറങ്ങത്തില്ല എന്ന് പറയുകയാണ്. ദൈവമക്കളെ പീഡിപ്പിക്കാൻ നീ ശ്രമിക്കരുത്. നിൻ്റെ ഉറക്കം കെടുത്തുന്ന ദൈവമാണ് എൻ്റെ ദൈവം. ദൈവത്തിൻ്റെ പൈതലിനെ പീഡിപ്പിക്കാണ്ടൊക്കെ നീ ശ്രമിച്ചാൽ നിൻ്റെ ഉറക്കത്തെ കെടുത്തിക്കളഞ്ഞ് നിനക്ക് സ്വസ്ഥത തരുന്ന ദൈവം സ്വസ്ഥത തരികയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മുടെ വായിക്കുന്നു. ഇവിടെ എന്താണ്? ദാനിയേലിനെ വിളിച്ചു. ദുഃഖസ്വരത്തോടെ രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായിരിക്കും ദാനിയേലേ, അവൻ വിളിക്കുകയാണ്, നീ ആരാധിച്ചു വരുന്ന ദൈവം നിന്നെ സിംഹങ്ങളുടെ ഗുഹയിൽ നിന്ന് നിന്നെ രക്ഷിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. നോക്കിയാട്ടെ, രാജാവ് രാത്രി മുഴുവനായിട്ട് അവൻ്റെ മനസ്സിൽ കൂടെ പോകുന്ന വാക്കുകൾ. ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിനെതിരായിട്ട് അവൻ ചിന്തിച്ചു, അവനെ കൊണ്ട് സമ്മതിപ്പിച്ചു. എന്നാൽ ഇവിടെ കാണുന്നത് രാവിലെ എഴുന്നേറ്റ് വന്ന് ഗുഹയുടെ മുഖത്ത് നിന്നുകൊണ്ട് അവൻ വിളിച്ചു പറയുകയാണ്, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ദാനിയേലേ, സിംഹം നിനക്കൊരു ദോഷവും വരുത്തിയില്ലയോ? പ്രിയമുള്ള ദൈവജനമേ, ദൈവമക്കൾക്ക് ദോഷം വരുത്തുവാനൊക്കണം അല്ല ദൈവം അവരെ വിളിച്ച് വേദനിച്ചിരിക്കുന്നത്. കർത്താവ് അവരെ ബലപ്പെടുത്തുന്ന ദൈവമാണോ? നീ കണ്ണുനീർ തൂകുമ്പോൾ മനസ്സിലെയും ദൈവമാണ് എൻ്റെ ദൈവം. നീ വിശപ്പോടുകൂടി കിടക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഭക്ഷണം തരുന്ന ദൈവമാണ്. ചൂരച്ചയുടെ തടയിൽ മരിക്കുവാനൊക്കണം ആഗ്രഹിച്ച് ഏലിയാവ് ചെന്ന് കിടന്നു. ഏലിയാവിന് ആഹാരമായിട്ട് തൻ്റെ ദൂതനെ ദൈവം അയച്ചു. ആഗാർ മരുഭൂമിയിൽ കൂടെ തൻ്റെ പ്രിയപ്പെട്ട പൈതലുമായിട്ട് ദുഃഖത്തോടു കൂടെ നടക്കുകയാണ്. തൻ്റെ കയ്യിലുള്ള വെള്ളമെല്ലാം തീർന്നു. ആഗാർ തൻ്റെ ബേർശേബ മരുഭൂമിയിൽ തൻ്റെ പ്രിയപ്പെട്ട പൈതലിനെ കൊണ്ടിട്ടുകൊണ്ട് അവർ തളർന്ന് ക്ഷീണിച്ചു. മരുഭൂമിയിൽ ഒരടി പോലും മുന്നോട്ട് വയ്ക്കുവാൻ കഴിയാത്ത അവസ്ഥയായിത്തീർന്നു. എന്താണ് സംഭവിച്ചത്? ആഗാർ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിലവിളിക്കാൻ തുടങ്ങി. ബാലൻ പിടഞ്ഞ് മരിക്കാൻ തുടങ്ങിയാണ്. അവൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ടു. അവന് വെള്ളം കുടിക്കണം, തൊണ്ട വരണ്ടു. ആ ബാലൻ നിലവിളിക്കുകയാണ്. ആ ബാലൻ്റെ നിലവിളി സ്വർഗത്തിൽ നിന്ന് ദൈവം കേട്ടു. പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ, നീ നിലവിളിക്കുന്ന സ്ഥാനത്ത് നിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്ന് നിൻ്റെ നിലവിളിക്ക് മറുപടി തരുന്ന ദൈവമാണ് എൻ്റെ ദൈവം. ഞാൻ പ്രസംഗിക്കുന്ന ദൈവം നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. കണ്ണുനീരിനെ കണ്ട് അവൻ മറികടന്നു പോകുന്ന ദൈവമല്ല. ആഗാറിൻ്റെ ഈ പ്രിയപ്പെട്ട പൈതലിനായിട്ട് ആഗാറിനുള്ള വിളിച്ച് പറയുകയാണ്, ആഗാരേ, ബാലൻ്റെ നിലവിളി ഞാൻ കേട്ടു എന്ന് സ്വർഗത്തിലെ ദൈവം എന്നോട് പറയുകയാണ്. നീ നോക്കൂ, ഒരമ്പിൻപാട് ദൂരെയായിട്ട് നീ ചെന്ന് നോക്കുക, അവിടെ ഇതാ നിനക്കായിട്ടൊരു നീരുറവ പൊങ്ങി വരുന്നു. മരുഭൂമിയിൽ നീരുറവുകളെ തുറക്കാനുള്ള കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഇന്ന് പകൽക്കാലം നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിനക്ക് പറയാൻ കഴിയണം, എന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്,
എന്നെ നടത്തുന്നൊരു ദൈവമുണ്ട്. പിന്നീട് നാം തുടർന്ന് വായിക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? രാജാവ് അതിന് 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പിന്നെ രാജാവിൻ്റെ കൽപ്പനയാൽ ദാനിയേലിനെയും കുറ്റം ആരോപിച്ചവരെയും കൊണ്ടുവന്നു. അവരെയും മക്കളെയും ഭാര്യമാരെയും സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. അവർ ഗുഹയുടെ അടിയിൽ എത്തുന്നതിന് മുമ്പായിട്ട് സിംഹം അവരെ കടിച്ചു കീറി അവരുടെ അസ്ഥികളൊക്കെ തകർത്ത് കളഞ്ഞു. ദൈവത്തിൻ്റെ ദാസനെതിരായിട്ട് ഗൂഢാലോചന നടത്തിയ, ദൈവത്തിൻ്റെ ദാസനെതിരായിട്ട് രാജകൽപ്പന എഴുതി വാങ്ങിച്ച പ്രധാന ദേശാധിപതികളെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. സ്വർഗത്തിലെ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. സ്വർഗത്തിലെ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ആ ദൈവത്തിന് സിംഹത്തിൻ്റെ അല്ല, ഏത് മൃഗത്തിൻ്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കാൻ കൊണ്ട് കഴിയും. എൻ്റെ ശരീരത്തിന് ഒരു പോറൽ പോലും ഏൽക്കുകയില്ല. ദാനിയേൽ ആ സിംഹത്തിൻ്റെ ആ ഗുഹയ്ക്കകത്ത് രാത്രിയിൽ ഉറങ്ങി തലയണയായിട്ട് ഒരു സിംഹത്തിൻ്റെ ആ പള്ളയിൽ അല്ലെങ്കിൽ അവൻ്റെ ശരീരത്ത് അവൻ സുഖമായിട്ട് ഉറങ്ങി. എന്നാൽ ഇത് നോക്കുക, അവനെതിരായിട്ട് ഗൂഢാലോചന ചെയ്തവർ അവർ താഴേക്ക് വരുന്നതിന് മുമ്പായിട്ട് അവരെ കടിച്ച് കീറി അവരുടെ അസ്ഥികളെ തകർത്ത് കളഞ്ഞു. അവരുടെ ഭാര്യമാരെയും അവരുടെ കുഞ്ഞുങ്ങളെ തകർത്ത് കളഞ്ഞു. നീ ദൈവത്തിനെതിരായിട്ട് നിൽക്കരുത്, ദൈവമക്കൾക്കെതിരായിട്ട് നിൽക്കരുത്. പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നിന്നെ കരുതുവാൻ സ്വർഗത്തിലൊരു ദൈവമുണ്ട്. ആഗാറിനെ തൻ്റെ പ്രിയപ്പെട്ട പൈതലിനെ കരുതിയ ദൈവം നമ്മുടെ ദൈവമാണ്. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ മൊർദെഖായിക്കെതിരായിട്ട് എസ്തേറിൻ്റെ പുസ്തകത്തിൽ നാം ഹാമാനെക്കുറിച്ച് കാണുന്നുണ്ട്. ഹാമാൻ ഒരിക്കൽ വിളംബരം ചെയ്തു, ദേശത്തുള്ള സകല യഹൂദന്മാരെയും ഞാൻ കൊന്നുമുടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവനൊരു കഴുകുമരമുണ്ടാക്കി. മൊർദെഖായിയെ നാളത്തെ ഒരു ദിവസമുണ്ടെങ്കിൽ ഇതിനകത്ത് ഞാൻ തൂക്കിക്കൊല്ലുമെന്ന് പറയുണ്ടായി. എന്നാൽ സംഭവിച്ചത് എന്താണ്? ദൈവത്തിൻ്റെ ജനം ഒരുമിച്ച് നിന്നുകൊണ്ട്, അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് ഫാസ്റ്റിങ്ങിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, ദൈവത്തിൻ്റെ ജനമേ, നീ മുഴങ്കാൽ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ പ്രതികൂലങ്ങളെ മാറ്റി നിനക്കെതിരായിട്ട് കഴുകരം നിർമ്മിച്ച ആ കഴുകുമരത്തിൽ ശത്രുവിനെ തൂക്കുവാൻ നോക്കണം. എൻ്റെ ദൈവത്തിന് കഴിയും. ശത്രു ശക്തനായിരിക്കാം, ശത്രു ബലവാനായിരിക്കാം, പക്ഷേ യഹോവയായിരിക്കുന്ന എൻ്റെ ദൈവം സർവശക്തനാണ്. അവൻ ബലശാലിയാണ്. ദുഷ്ടൻ അവൻ ഒരുക്കി വച്ചിരിക്കുന്ന സകല കടിയിൽ നിന്നും എന്നെ വിടുവിക്കാനൊക്കെ എൻ്റെ ദൈവം ശക്തനാണ്. സ്നേഹിത, ഹാമാൻ ഒരു കഴുകുമരമുണ്ടാക്കിക്കൊണ്ട് മൊർദെഖായിയെ തൂക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തേരും കുതിരയൊക്കെ അവൻ ശരിയാക്കി. എല്ലാ കാര്യങ്ങളും കൂടെ അവനെ രാജാവ് മാനിക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ ജനം മുഴങ്കാൽ നിന്ന് രാജ്ഞി സഹിതം അവരൊരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയുടെ പശ്ചാത്തലമായിട്ട് നിന്നെ ഉപദ്രവിക്കാമെന്ന ശത്രു ഒരുക്കിയിരിക്കുന്ന അതേ കഴുകുമരത്തിനകത്ത് ശത്രുവിനെ തന്നെ അവനെ തന്നെ തൂക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നിനക്കെതിരായിട്ട് പ്രതികൂലങ്ങളുണ്ടാകട്ടെ, പ്രയാസങ്ങളുണ്ടാകട്ടെ, എന്നാൽ അതിലൊക്കെയും നിന്നെ കരുതുന്ന, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ലോകത്തിൽ അനേകം ആളുകളുണ്ട്. പ്രതികൂലങ്ങളെ മധ്യേ, പ്രശ്നങ്ങളുടെ മധ്യേ കണ്ടുകൊണ്ട് അവർ ഭയപ്പെടും, അവർ പ്രയാസപ്പെടും. എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? എന്നാൽ പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, നിന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. ദാനിയേലിനെ സിംഹത്തിൻ്റെ ഗുഹയിൽ നിന്ന് വിടുവിച്ച ദൈവം ഞങ്ങളുടെ ദൈവമാകിയാൽ നന്ദിയോട് സ്തോത്രം. മൊർദെഖായിക്ക് വേണ്ടി ഒരുക്കിയിരുന്ന കഴുകുമരത്ത് നിന്ന് അവനെ വിടുവിച്ച് ഹാമാനെ തൂക്കിയ ദൈവമേ, നീ ഞങ്ങളുടെ ദൈവമാണ്. അങ്ങയുടെ കരങ്ങളെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണം. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ ശക്തീകരിച്ചാട്ടെ. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.